കഴിഞ്ഞ ആഴത്തിൽ നമ്മൾ പറഞ്ഞ വിഷയം, ഹജ്ജിനോ ഉംറക്കോ വേണ്ടി ഇഹ്റാമിലായിരിക്കുമ്പോൾ കരവേട്ട നിഷിദ്ധമാണ്. കരയിൽ വേട്ടയാടുന്നത് നിഷിദ്ധമാണ്. ആ നിഷിദ്ധത്തിനെ ഗൗരവത്തിലെടുക്കാതെ മനഃപൂർവ്വം അങ്ങനെ ചെയ്താൽ അതിൻ്റെ പ്രായശ്ചിത്തവുമാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞത്. ഇനി ഇഹ്റാമിൽ അനുവദനീയമായ വേട്ടയെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ഉഹില്ല ലക്കും, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു സ്വൈദുൽ ബഹരി, കടലിലെ വേട്ട, വ തആമുഹു, ആ കടലിലെ ഭക്ഷണം, മത്താ അല്ലക്കും വലിസയ്യാർ, നിങ്ങൾക്കും യാത്രാ സംഘത്തിനും അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ബനു ഇസ്രായേലുകാർക്ക് കടൽ വേട്ടയായിരുന്നു നിഷിദ്ധമാക്കിയത്. അത് അവരുടെ സാബത്ത് നാളിലായിരുന്നു. എന്നാൽ ഈ ബനു ഇസ്മായിൽ, അതായത് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നിഷിദ്ധമാക്കിയത് ഇഹ്റാമിലായിരിക്കെ കരവേട്ടയാണ്. അത് രണ്ടും നമ്മൾ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ, ഈ ബനു ഇസ്രായേല്യർ, ആ കാലത്തെ ആ സമൂഹം ബനു ഇസ്രായേല്യർ കടലുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരായിരുന്നു. ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ കരവേട്ട ശീലിച്ചവരാണ്, അവർ കടലുമായി ബന്ധപ്പെട്ടവരല്ല. അപ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഏതൊരു വിഷയത്തിലാണോ ആളുകൾക്ക് താല്പര്യം, സമൂഹത്തിനായാലും വ്യക്തിക്കായാലും എന്തിലാണോ താല്പര്യം വരിക, അതിലാണ് പരീക്ഷണം ഉണ്ടാവുക. അത് നമ്മൾ ശരിക്കും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇപ്പോൾ എനിക്കുള്ള പരീക്ഷണമാവില്ല വേറൊരാൾക്ക് ഉണ്ടാവുക. എൻ്റെ താല്പര്യം ഏത് വിഷയത്തിലാണോ ആ വിഷയത്തിലാണ് എന്നെ പരീക്ഷിക്കുക. അത് ചിലപ്പോൾ അധികാരമാവും, ചിലപ്പോൾ സമ്പത്താവും, ചിലപ്പോൾ പ്രശസ്തിയാവും, ചിലപ്പോൾ വേറെന്തെങ്കിലും ആവും. അങ്ങനെ അത് ഡിഫറൻ്റാണ്. ഇന്ന സായക്കും ലശത്ത എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരുടെയും പണികൾ ഡിഫറൻ്റ് ആയതുപോലെ തന്നെ താല്പര്യങ്ങളും ഡിഫറൻ്റാണ്. അപ്പോൾ അതിലാണ് പരീക്ഷണം ഉണ്ടാവുക. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് പരീക്ഷിച്ചു. എന്തിലാ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്നോടൊപ്പം പണിയെടുക്കാനായപ്പോൾ കണ്ടാ, അത് സമ്പത്തോ അധികാരമോ ഒന്നുമല്ല. പക്ഷേ ആ താല്പര്യമുണ്ടല്ലോ, ആ താല്പര്യത്തിനെ അള്ളാഹു പരീക്ഷിക്കാം. അവിടെ മാത്രമല്ല, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനുണ്ട്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ വലിയ പ്രതീക്ഷയുണ്ട്. ആർക്ക്? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് കാണാണ്ടായി. അപ്പോൾ ഇതൊക്കെ അത് സമൂഹത്തിനുണ്ട് ഈ പരീക്ഷണം, വ്യക്തികൾക്കുണ്ട്, നമ്മളുടെ ഓരോരുത്തർക്കുമുണ്ട്. എന്താണോ നമ്മുടെ വീക്ക്നെസ്, അവിടെയാണ് അള്ളാഹ് നമ്മളെ പിടികൂടുക. അപ്പോൾ കൃത്യമായും നമ്മുടെ വീക്ക്നെസ് നമ്മൾ അറിയുകയും അതിലേക്ക് വരുന്ന പരീക്ഷണങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുക. ഇതൊക്കെ അള്ളാഹുവിൻ്റെ രീതിശാസ്ത്ര, അള്ളാഹുവിൻ്റെ അത് സുന്നത്തുള്ളയാണ്. അതൊക്കെ നമ്മൾ ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. വഹുരിമ അലൈക്കും സയ്യിദുൽ ബർരി മാ ദുംതും ഹുറുമ, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ ഈ കരവേട്ട നിങ്ങൾക്ക് നിഷിദ്ധമാണ്. കരവേട്ടയെ നിഷിദ്ധമുള്ളൂ, കടലിലെ വേട്ട നിഷിദ്ധമല്ല. അപ്പം നമ്മളൊക്കെ പലപ്പോഴും നമുക്ക് വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു അമിത ഭക്തി വരും. കരവേട്ട നിഷിദ്ധമാണെങ്കിൽ എന്ന് കടലിലെ വേട്ട ഇന്നാ നിഷിദ്ധാക്കാം, അങ്ങനെയൊന്നും പറ്റില്ല എന്ന്. അതുമാതിരി കടലിലാണ് വേട്ട നിഷിദ്ധമാണെച്ചെങ്കിൽ കരലിലെ വേട്ടയിലേക്ക് അത് വ്യാപിപ്പിക്കുക. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വിശ്വാസികളുടെ ഇടയിൽ നടക്കും. കാരണം ഒന്നും കൂടി ഒന്ന് നന്നാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് നമുക്ക്. അത് പറ്റില്ല എന്ന്. അള്ളാഹ് എന്താണോ പറഞ്ഞത് അവിടെ നിൽക്കണം. അതിൻ്റെ അപ്പുറോ ഇപ്പുറോ പോകാൻ പാടില്ല. അതായത് ഇതെന്തെങ്കിലും അള്ളാഹ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വക കാര്യങ്ങൾ എന്നൊന്നും നമ്മൾ മനസ്സിലാക്കരുത്. അപ്പം ആദമിനോടും ഹവ്വയോടും ആ ഷജറത്തിനെ സമീപിക്കരുതെന്ന് പറയുമ്പോൾ അവർ ആ ഷജറത്തിനെ സമീപിച്ച ആ സ്വർഗ്ഗാക താറുമാറായി പോയിച്ചിട്ടല്ല, അങ്ങനെയല്ല. സ്വർഗത്തിന് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ആജ്ഞാ നിരോധനങ്ങളെ ലംഘിച്ചാൽ ഈ മനുഷ്യൻ എന്താണ് സംഭവിക്കുക, അത് ആണ് അവരെ പഠിപ്പിക്കുന്നത്, അതാണ് അവർ പഠിപ്പിക്കുക. അപ്പോൾ ആര് ആജ്ഞാനിരോധനങ്ങൾ ലംഘിച്ചാലും അത് ആദമാണെങ്കിലും ഇപ്പോഴത്തെ മനുഷ്യരാണെങ്കിലും ഒരേ സംഭവത്തിലേക്കാണ് എത്തിപ്പെടുക. അതൊക്കെ നമ്മളെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഈ സംഭവങ്ങളിലൂടെ. വത്തഖുള്ള, അള്ളാഹുവിനോട് നിങ്ങൾ തഖ്വ പുലർത്തണം. കാരണം ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയ പരിപാടികളൊക്കെ ആയിട്ട് നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നത് ആ അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്നുള്ള ആ ബോധം മനുഷ്യരിൽ ഉണ്ടാവണം. ഏത് കാര്യം പറയും നമ്മളിപ്പോൾ അങ്ങനെ ഇതിനൊക്കെ നമ്മൾ നിസ്സാരമാക്കും, കാര്യങ്ങളെ നമ്മൾ നിസ്സാരമാക്കും. അതുകൊണ്ടാണ് അങ്ങനെ നിസ്സാരമാക്കുന്ന ആ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇത്ര വലിയ പ്രായശ്ചിത്തൊക്കെ നേരത്തെ പറഞ്ഞത്. കാരണം ആ ബോധം കൃത്യമായി നിലനിർത്താൻ.
ഇനി ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ, വിശുദ്ധ ഗേഹമായ ഈ കഅബയെ അള്ളാഹു ആക്കിയിട്ടുണ്ട്. എന്താക്കിയിട്ടുണ്ട്? ഖിയാമൽ ലിന്നാസ്, നാസിന് നിലനിൽപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഖുർആൻ ഈ കഅബയെക്കുറിച്ച് ഹജ്ജിനെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ അത് നാസുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് മസാബത്തൽ ലിന്നാസി വ അംന. ഇതൊന്നും മുസ്ലിമീങ്ങളെ മാത്രമാക്കിയിട്ടല്ല പറയണത്, മുസ്ലിമീങ്ങളെ മാത്രമാക്കിയിട്ടല്ല പറയണത്. ഇതൊക്കെ നാസിലേക്ക് ചേർത്തുകൊണ്ടാണ്, മൊത്തം ലോകത്തിലെ ജനങ്ങളിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അതിന് വേറെയും ചില സൂചനകൾ ഉണ്ടാവാം. അതുമാതിരി വശഹ്റൽ ഹറാമ, ഈ യുദ്ധം ഹറാമായ ആ മാസങ്ങൾ, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ്, 4 മാസങ്ങൾ യുദ്ധം ഹറാമായ മാസങ്ങൾ. വൽ ഹദിയ, ഹദിയ എന്ന് പറഞ്ഞാൽ ബലിമൃഗങ്ങൾ. വൽ കലായിദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളമായി കെട്ടിയിട്ട് തൂക്കിയ ഈ സാധനങ്ങൾ. തക്കലീദ് നമ്മൾ കേട്ടില്ലേ? തക്കലീദ് അതന്നെ ഈ കലായിദ്. നമ്മളൊരു ആഭരണം എന്നല്ല, ആഭരണം എന്നല്ല, അതൊരു അടയാളം. അതായത് കലത എന്നാൽ തൂക്കിയിടലാണ്, തൂക്കിയിടുക. അപ്പം നമ്മൾ ഷാഫി ഇമാമിനെ തക്കലീദ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അഭിപ്രായം ഞാൻ ഷാഫി ഇമാമിൻ്റെ പെരടിയിൽ തൂക്കിയിട്ടു എന്നാണ്. പിന്നെ കയ്യിൽ ഉത്തരവാദിത്വമൊന്നുമില്ല. അല്ല, അത് ഇല്ല, അത് വേറെ വിഷയം. നമ്മൾ ആ വിഷയത്തിലേക്കല്ല കിടക്കുക. ഞാൻ ആ വാക്കിൻ്റെ ഇത് ഇമേജ് കിട്ടാൻ വേണ്ടി പറയാം. കലാത, ഇതിന് താക്കോല് എന്നുള്ള അർത്ഥം വരും. കാരണം താക്കോലും ഇങ്ങനെ ഒരു തൂക്കിയിടുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് കലായിദ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ ബലിമൃഗമാണ് എന്ന് അറിയിപ്പിക്കാൻ വേണ്ടി അവരുടെ കഴുത്തിൽ തൂക്കിയിടുന്ന പട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിഹ്നം. അപ്പോൾ അതൊക്കെ ആദരിക്കാൻ അള്ളാഹു കൽപ്പിച്ച സംഭവങ്ങളാണ്. കഅബയാണെങ്കിലും ഈ മാസങ്ങളാണെങ്കിലും ഈ ഹദിയയാണെങ്കിലും അതിൻ്റെ സംഭവങ്ങളും ഒക്കെ. നമ്മളിതിന് ലോകജനത എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾക്ക് ഈ കഅബ എങ്ങനെയാണ് അത് നിലനിൽപ്പാകുന്നത്? അപ്പം നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലം മുതലേ ഈ ഹജ്ജും ഉംറയൊക്കെ ഉണ്ട്. അത് അങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഖുറൈശികളുടെ നിലനിൽപ്പ് തന്നെയും അവർ വലിയ കച്ചവടക്കാരായതും അവരെ ലോകത്ത് ബാക്കിയുള്ളവർ ആദരിച്ചതും ഇന്ന് അവർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നിലനിൽപ്പൊക്കെ ഈ കഅബയുമായി ബന്ധപ്പെട്ടതാണ്. ഈ കഅബയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും സ്ഥാനമാനങ്ങളൊക്കെ അവിടെ കിട്ടിയത്. ആ എബ്രഹാത്ത് വന്നിട്ട് അന്ന് അള്ളാഹ് ഇടപെട്ടിട്ടില്ല ഇരുന്നെങ്കിൽ ഇങ്ങനെ ഇന്നൊരു സാധനം തന്നെ ഭൂമിയിൽ ഈ ബനു ഇസ്മായിൽ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഅബയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതിൻ്റെ ആ 4 മാസങ്ങൾ എന്ന് പറയുന്നത് ആ നാട്ടിൽ സുരക്ഷിതമായിട്ട് അവർക്ക് യാത്ര ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഹജ്ജിനും ഉംറക്കുമായിട്ട് മാറ്റിവെച്ച ഈ 4 മാസങ്ങൾ, അതിൽ യുദ്ധം അവർ ചെയ്യുമായിരുന്നില്ല. അതുമാതിരി തന്നെ ഈ ബലിമൃഗത്തിൻ്റെ അടയാളമുള്ള ഒരു ചിഹ്നമുള്ള ഒരു മൃഗം അവരുടെ കൂടെയുണ്ടെങ്കിൽ, ഒരു യാത്രാ സംഘത്തിൻ്റെ കൂടെയുണ്ടെങ്കിൽ ആ സംഘത്തിനെ ആരും തൊടില്ല. ഇതൊക്കെ അവർ പരിശുദ്ധമാക്കിയിട്ട്, അതായത് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ആ ഷിആറുകളായിരുന്നു അവർക്ക്. ഇന്ന് നമ്മളിന്ന് ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ നാസിനെ വിളിച്ചിട്ടാണല്ലോ ഈ പറയുന്നതൊക്കെ. ഈ നാസിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒന്നുകിൽ ബനി ഇസ്രായേലിയർ, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർ, അല്ലെങ്കിൽ ബനു ഇസ്മായിലിയർ, അവരുടെ കൂടെയുള്ളവർ, അവരോട് ചേർന്നവർ. ഈ കൂട്ടർ ഈ പറയുന്ന എന്തിനെയെങ്കിലും ഒന്ന് മാനിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ലോകത്ത് നടന്ന യുദ്ധങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം ഈ 4 മാസം ഇപ്പോൾ വരുന്നത് റജബല്ലേ, പലസ്തീൻ യുദ്ധം നിൽക്കും, സിറിയയിലെ യുദ്ധം നിൽക്കും, ഉക്രൈനിലെ യുദ്ധം നിൽക്കും, ഒക്കെ നിൽക്കും. സ്വാഭാവികമായിട്ട് ഒരു ബ്ലിങ്കനും കിടന്ന് കറങ്ങാതെ തന്നെ നിൽക്കും ഇതിനെ ആദരിച്ചിരുന്നെങ്കിൽ. ലോകത്തിന് വേണ്ടിയായി പറയണത്. ലോകത്തിന് കഅബ എന്ത് ഫലമാണ് ചെയ്യുക അതിനെ മനുഷ്യരെ ആദരിച്ചാൽ? അതുമാതിരി ഈ ബലിമൃഗങ്ങൾ ഇങ്ങനെ നടക്കുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക. ഇതൊക്കെ നാസുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ നാസിൻ്റെ നിലനിൽപ്പും ഈ കഅബയുടെ നിലനിൽപ്പിനും ബന്ധങ്ങളുണ്ട്. അതായത് ആഖിറുസ്സമാനിൽ കഅബ തകർക്കുന്നതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ബുഖാരി, മുസ്ലിം, അഹ്മദ്, അബൂദാവൂദ് എല്ലാവരും, ആയിഷയിൽ നിന്നുണ്ട്, അബൂ ഹുറൈറയിൽ നിന്നുണ്ട്,
നിരവധി ഉമ്മു സലമയിൽ നിന്നുണ്ട് റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നൊക്കെ ഈ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ആഖിറുസ്സമാനിൽ ഈ കഅബ തകർക്കുന്നതിനെക്കുറിച്ച്. അതായത് അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഅബ തകർത്താൽ പിന്നെ നാസ് നിലനിൽക്കില്ല എന്ന് കൂടിയാണ്. നാസ് നിലനിൽക്കുകയില്ല. ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന ആ സംഭവമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. കഅബയുടെ രൂപം എവിടെയൊക്കെ റിയാദ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ സാധനത്തിൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് അബായൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന ജെന്നിഫർ ലോപ്പസൊക്കെ അബായും തട്ടൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കാട്ടിക്കൂട്ടുന്ന കോപ്രാളം. ഈ കാണുന്നതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ശരിയാണെങ്കിൽ താത്വികമായിട്ട് ഏറെക്കുറെ ഈ കഅബ തകർക്കലൊക്കെ കഴിഞ്ഞ മാതിരിയാണ് നമുക്ക് തോന്നുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഈ മട്ടത്തിൽ പോവുകയാണെങ്കിൽ ഈ ലോകം അധികം നിലനിൽക്കാൻ പോകുന്നില്ല എന്നുകൂടിയാണ്. അതിൻ്റെ സൂചനകൾ ഈ ഖുർആനിൽ ഈ ഹജ്ജിനെക്കുറിച്ചും ഈ കഅബയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് വെറും മുസ്ലിമീങ്ങളെ കുറിച്ചിട്ടല്ല, വിശ്വാസികളെ മാത്രം വിളിച്ചിട്ടല്ല പറയുന്നത്, അത് ലോകത്തിലെ മനുഷ്യ സമൂഹത്തിനെ മൊത്തം വിളിച്ചിട്ടാണ്. ദാലിക അത് ലിതഅലമു നിങ്ങളറിയണം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശ ഭൂമികളിലുള്ളൊക്കെ കാര്യങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. ഭൂമിയിലെ കാര്യം ഇപ്പോൾ ഏറെക്കുറെ നമ്മൾ തന്നെയാണ്. ഭൂമി ഏറെക്കുറെ നമ്മളാണ്. പക്ഷേ ആകാശത്തിൻ്റെ അവിടേക്ക് ഇപ്പോഴും അങ്ങോട്ട് എത്തണേ ഉള്ളൂ. ആകാശം നമ്മുടെ ഉണ്ടെന്ന് പറയാൻ അങ്ങോട്ട് എത്തണുള്ളൂ. ഓരോരുത്തർ സന്ദർഭങ്ങളിലൊക്കെ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ സ്ഥലം രജിസ്റ്റർ ചെയ്യണേ ഉള്ളൂ, മേടിക്കണേ ഉള്ളൂ. പക്ഷേ അള്ളാഹു ഈ ആകാശങ്ങൾ, ഭൂമി, അതൊക്കെ ഇപ്പോൾ ഈ കൊല്ലത്തെ ബുക്കർ പ്രൈസ് കിട്ടിയ ഒരു നോവലുണ്ട്, ഓർബിറ്റർ എന്നോ എന്തോ അതിൻ്റെ പേര്. ഒരു ചെറിയ പുസ്തകമാണ്, ഒരു നോവൽ, ബ്രിട്ടീഷ് ഒരു സാമന്ത എന്ന് പറയുന്നൊരു എഴുതിയ പുസ്തകമാണ്. അത് ഈ ഓർബിറ്റ്, ശൂന്യാകാശത്തിൽ പോയിട്ടുള്ള ആ വിവരങ്ങളൊക്കെയാണ്. അവരുടെ ഭാവനയിൽ അവിടുത്തെ അവർ നിന്നിട്ട് ഭൂമിയിൽ നോക്കി കാണുന്ന കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ 24 മണിക്കൂറാണല്ലോ ഇപ്പോൾ നമ്മളൊരു സൂര്യാസ്തമയം കാണുക. ഇത് ഇത് 24 മണിക്കൂറിൽ 16 സൂര്യാസ്തമയം കാണുന്നതാണ് ഈ ശൂന്യാകാശത്ത് പോയി നിൽക്കുന്നവർ. അപ്പോൾ അവർക്ക് 16 കറങ്ങിയിട്ട്. അപ്പോൾ അതങ്ങനെയൊക്കെ കുറേ കൗതുകകരമായ വിവരങ്ങൾ, ഈ ആകാശത്തെ വിവരങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നർത്ഥം. നമ്മളിപ്പോൾ ഈ അടുത്തുള്ള ഈ ചന്ദ്രനിലേക്ക് വരെ എത്തണുള്ളൂ. അത് ഈ ആകാശം, അള്ളാഹു സമാവാത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ സംഭവങ്ങൾ, അതുകൂടി അറിയുന്നവനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആ അറിവിൻ്റെ ഗാംഭീര്യം, ആ ജ്ഞാനത്തിൻ്റെ അങ്ങേറ്റമൊക്കെ ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ ഈ സമാവാത്ത് എന്ന് പറയുമ്പോഴും അതിൻ്റെ അറിവിൻ്റെ ഗാംഭീര്യങ്ങളും അതിൻ്റെ സംഭവങ്ങളൊക്കെ അതുകൂടി അറിയുന്നവനാണ് ഇതൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1450 കൊല്ലെങ്കിലും ആയാലോ ഈ ഹജ്ജ് നമ്മൾ ഇന്ന് കാണുന്ന മട്ടത്തിലൊക്കെ തുടങ്ങിയിട്ടില്ലേ. പക്ഷേ ഒരേ നടപടിക്രമങ്ങളോടെ, ഒരേ വസ്ത്രത്തോടെ, ഒരേ മുദ്രാവാക്യത്തോടെ, ഒരേ സ്ഥലത്ത്, ആ സ്ഥലത്തിന് ഒരേ പേര്, ഒരേ വിശ്വാസം ഈ 14ാം നൂറ്റാണ്ട് നിലനിന്ന ഏത് സ്ഥലമുള്ളത് നിങ്ങളൊന്ന് ചരിത്രത്തിലൊന്ന് തപ്പിയൊക്കെ അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കാണില്ല. അതിൻ്റെ പേര് തന്നെയും പല പ്രാവശ്യം മാറിയിട്ടുണ്ടാവും, ആചാരങ്ങൾ മാറിയിട്ടുണ്ടാവും, ആ വസ്ത്രം മാറിയിട്ടുണ്ടാവും, ഒക്കെ മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഈ ഹജ്ജിനെ കുറിച്ച് നമ്മൾ വെച്ചിട്ടൊന്ന് നോക്കിയാൽ അവിടെയാണ് അള്ളാഹുവിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഇതുമായൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് കിടക്കുന്നത്. ഇതിലേക്ക് നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പറയുന്നത്. ഇത് തഅലമു നിങ്ങളറിയാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ ജ്ഞാനം, അള്ളാഹുവിൻ്റെ പദ്ധതി, അള്ളാഹുവിൻ്റെ ആസൂത്രണം, അള്ളാഹുവിൻ്റെ യുക്തി, ഇതൊക്കെ നിങ്ങൾ അതിലേക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അതിലേക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ആ പറയുന്നത്. അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാത്തിനെക്കുറിച്ചും അഗാധമായി അറിയുന്നവനാണ് എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലേക്ക് മാത്രം നോക്കിയാൽ മതിയെന്ന്. ഇതിൻ്റെ കുറേ പ്രയോജനമുണ്ട്. ഖുർആൻ അത് പലയിടത്തും പറയുന്ന ഒരു സംഭവമാണ്. ലിയഷ്ഹദു മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹ്. അതിൻ്റെ പ്രയോജനങ്ങൾ നമ്മളിപ്പോൾ ഈ ഹജ്ജിന് നമ്മളിന്ന് പോയിട്ട് ഈ ഹജ്ജിൻ്റെ പ്രയോജനം ലോകം എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റുമോ. ഹജ്ജിന് പോകുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹജ്ജിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് അതിൻ്റെ മനാഫിഅകൾ, അത് ഒന്ന് ലോക സമാധാനമാണ്, ഒന്ന് ലോക സമാധാന. അങ്ങനത്തെ ചർച്ച തന്നെ നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല. ലക്കും ഫീഹ മനാഫിഉ ഇലാ അജലിൻ മുസമ്മ. ഈ ഹജ്ജും
ഇതിൻ്റെ ഈ ഷായിറുകളും അതിൻ്റെ ആദരവും ആ മാസങ്ങളുടെ ആദരവും ഒക്കെ ഒരു അജലിം മുസമ്മ, ഒരു അവധി വരെ, അതായത് അത് വേണ്ടെന്ന് തീരുമാനിക്കുന്നത് വരെ അത് മനാഫികളായിട്ട് ലോകത്ത് നിൽക്കണം എന്നാണ്. ഇതൊക്കെ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഈ വിശ്വാസികൾ ഒരു കാലത്ത് ഈ ബനൂ ഇസ്രായേല്യരും അവരോട് ചേർന്നവരും ഒക്കെ ഈ കഅബയിൽ ഹജ്ജ് ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. പിന്നീട് അവരതിൽ നിന്ന് വിട്ടുപോയതാണ്. അതായത് അതിലേക്കൊക്കെ ഈ മനുഷ്യ സമൂഹം അതിലേക്ക് മടങ്ങുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഇവരുണ്ടല്ലോ, അപ്പോൾ അതായത് ഖുറൈശികൾ എന്ന് പറയുന്ന ഒരു ആചാരം പോലെ ഇതിനൊക്കെ നിലനിർത്തിയിട്ടുള്ളൂ. കാരണം ഈ കണ്ട വിഗ്രഹങ്ങളുണ്ടായിരുന്ന കാലത്തും അവർ ഈ ആചാരങ്ങളായിട്ട് ഇത് നിലനിർത്തി. അന്ന് പോലും അവർക്ക് ഈ സമാധാനം കിട്ടിയതൊക്കെ ലോകചരിത്രം കണ്ടതാണ്. അതൊക്കെ ഇന്നും ആ ഉപയോഗങ്ങളൊക്കെ മനുഷ്യന് ഈ ഹജ്ജുമായും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കിട്ടുമെന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. യഅലമു, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതേ അവസരത്തിൽ അന്നല്ലാഹ ഗഫൂറുർ റഹീം, അതായത് വാണിങ്ങുമുണ്ട് ആശ്വാസവുമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു ഗഫൂറും റഹീമുമാണ് എന്നുകൂടി നിങ്ങൾ അറിയണം. ഒരു ആശ്വാസവുമുണ്ട്, ഒരു താക്കീതുമുണ്ട്. അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു സംഭവത്തിൻ്റെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ ശക്തമാകും എന്നുള്ളത് അത് ഒരു സ്വാഭാവികമായ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു കഠിനമായി ശിക്ഷിക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പോലെ തന്നെ ആ ശിക്ഷയുമുണ്ട്. കാരണം അള്ളാഹു ഏതെങ്കിലും വികാരത്താൽ നയിക്കപ്പെടുന്നില്ല. അള്ളാഹുവിൻ്റെ തീരുമാനത്താൽ മാത്രമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാണ്. മാ അലർ റസൂലി, ഈ റസൂലിൻ്റെ മേൽ ബാധ്യതയില്ല. ഇല്ലൽ ബലാഗു, നിങ്ങൾക്ക് ഇത് എത്തിക്കുക എന്നതല്ലാതെ. അതായത് എല്ലാ റസൂലുമാരും എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഈ മുഹമ്മദുർ റസൂലിനെയും അള്ളാഹു ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത്. അത് ആ റസൂല് ആ പണി ചെയ്തു പോയിട്ടുണ്ട്. വമാ അന്ത അലൈഹിം ബി വക്കീൽ എന്നാണ്. അതായത് നീ ആരുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തവനല്ല. റിസാലത്ത് അത് അംഗീകരിക്കണോ തിരസ്കരിക്കണോ അതൊക്കെ മനുഷ്യരുടെ കാര്യമാണ്. ഇത് അംഗീകരിക്കണോ തിരസ്കരിക്കണോ പിൻപറ്റണോ വേണ്ട നോക്കണോ അതൊക്കെ മനുഷ്യരുടെ മാത്രം കാര്യമാണ്. രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട് ഈ മനുഷ്യർക്ക്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ആ വിഷയത്തിൽ എടുക്കണമെന്ന് ഒരു നിർബന്ധവും അള്ളാഹ് ആരുമേലും വെക്കില്ല. പക്ഷേ എന്നാൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അതങ്ങനെയല്ല. ഏത് പ്രതിഫലം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. പ്രതിഫലം എന്ന് പറയുന്നത് അത് നിശ്ചയിക്കപ്പെട്ടതാണ്. അത് ഏതാണോ തിരഞ്ഞെടുത്തത് ആ പ്രതിഫലം അനുഭവിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അനുസരിച്ചാലുള്ള നേട്ടങ്ങളും ധിക്കരിച്ചാലുള്ള ഭയാനകമായ ശിക്ഷകളെയും കുറിച്ച് ഒട്ടും കുറക്കാതെയും കൂട്ടാതെയും റസൂല് നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഈ ദീനും ഈമാനും ഇസ്ലാമും റസൂലിനെ പിന്തുടർന്നില്ലെങ്കിൽ അതിൻ്റെ ഭയാനകതയും കഅബയെ തകർക്കൽ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഇനി എന്താണ് പറയാൻ ബാക്കി. റസൂലിൻ്റെ നമ്മൾക്ക് ഈ ആഖിറുസ്സമാനിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അടിക്കടി ഓരോ കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുന്നറിയിപ്പായിട്ട് നമുക്ക് നൽകുന്നത് എന്തിനാ? വരൽ അനിവാര്യമായ ഒരു കാര്യത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ കൊടുങ്കാറ്റ് വരുമ്പോൾ മുന്നറിയിപ്പ് നൽകണതിനാ? കൊടുങ്കാറ്റ് വരാതിരിക്കാനാണോ ആളുകൾക്ക് രക്ഷപ്പെടാനാണോ? ആളുകൾക്ക് രക്ഷപ്പെടാൻ. അതായത് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് ഈ വക മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾക്കുള്ള രക്ഷപ്പെടാനുള്ള മുന്നറിയിപ്പുകളാണ്. കാരണം ലോകം എങ്ങനെയായാലും അവസാനിക്കും, അതുറപ്പാണ്. അത് ഈ ലോകത്തിലുള്ള വിശ്വാസികളൊക്കെ നല്ല മുസ്ലിമീങ്ങളാണെങ്കിലും ലോകം അവസാനിക്കും. പക്ഷേ രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ തന്നെ കൈക്രിയകളെ കൊണ്ട് ഈ ലോകം അവസാനിക്കുക. അങ്ങനെയാണ് ഈ പല പ്രവാചക സമൂഹങ്ങളും നശിച്ചുപോയത്. അതുപോലെ ഉണ്ടാവാം. അതല്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായ അള്ളാഹ് പറയുന്നത് പോലെ ഒരു അവധിക്ക് അത് അവസാനിക്കാം. ഇതിൻ്റെ രണ്ടിലും ഖുർആനിൽ സൂചനകളുണ്ട്. മിക്കവാറും ആദ്യം നടക്കുന്ന നമ്മളുടെ പോക്കിരിത്തരം കൊണ്ട്, നമ്മളുടെ പിടിപ്പുകേടുകളെ കൊണ്ട് ഈ ലോകം അവസാനിക്കുക എന്നുള്ളതാണ്.
അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടാനാണ് അള്ളാഹു ഈ റസൂലിലൂടെ നമുക്ക് ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുസ്ലിമീങ്ങൾ പണിയെടുത്താൽ ഈ ലോകം ആ അവസാനത്തിലേക്ക് എത്താതെ പോകുന്നതാണ്. അള്ളാഹു വെച്ച അവധിക്ക് മാത്രമേ അത് അവസാനിക്കുള്ളൂ. അതിന് ആ ബാധ്യത അള്ളാഹു ഈ മനുഷ്യരെ ഈ റസൂലിലൂടെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മനുഷ്യരത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അതിനെ തടയാൻ പിന്നെ ആരുണ്ടാവില്ല. വല്ലാഹു യഅലമു മാ തുബ്ദൂൻ, നിങ്ങൾ വെളിപ്പെടുത്തുന്നത് അള്ളാഹുവിനറിയാം. എന്താ വെളിപ്പെടുത്തുന്നത്? സാംസ്കാരിക പുരോഗതി, സാമ്പത്തിക പുരോഗതി, അങ്ങനെ നിരവധി പേര് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ റിയാദ് ഫെസ്റ്റ് എന്നൊക്കെ പറയണത്. അതായത് കുറച്ച് കഴിഞ്ഞാൽ പെട്രോൾ പറ്റിപ്പോകും, അപ്പോൾ ബിസിനസ്സുകളെ കൊണ്ടുവരണം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ടാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് ഈ ശൈത്താൻ്റെ പദ്ധതിയും മനുഷ്യരുടെ ഈ താല്പര്യവും ആസ്വാദന മോഹങ്ങളും. അതാണ് വമാ തക്തുമൂൻ, അതാ മറച്ചു വെക്കണത്. അത് മറച്ചു വെക്കും, അത് പറയില്ല, ബാക്കിയുള്ളതേ പറയുള്ളൂ. സാമ്പത്തിക നമ്മൾ വലിയ ദരിദ്രരാവാൻ പോകുന്നു, ബാക്കിയുള്ളവരൊക്കെ സമ്പന്നരാവാൻ പോകുന്നു. അപ്പോൾ അതൊക്കെ ഈ അവർ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ മറച്ചു വെക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. എന്താ നിങ്ങൾ ഈ മറച്ചു വെക്കുന്നത്, എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന്. ഇനി പറയുന്നൊരു സംഭവം എന്താ വെച്ചാൽ, കുല്ലാ യസ്തവിൽ ഖബീസ് ത്വയ്യിബ്, അത് രണ്ടും സമമാവുകയില്ല എന്നാണ്. ഖബീസ് ത്വയ്യിബ് ഇത് രണ്ടും സമമാവുകയില്ല. ഒന്ന് നല്ലത്, അല്ലെങ്കിൽ ധർമ്മം, അല്ലെങ്കിൽ വിശിഷ്ടമായത്. ഖബീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, അധർമ്മം, മ്ലേച്ഛമായത്, തെറ്റായത്, അധർമ്മം എന്നൊക്കെ പറയുന്ന ആ സംഭവം. ഒന്ന് ഓപ്പോസിറ്റ്, അങ്ങനെ ഖബീസ് ചീത്ത, ത്വയ്യിബ് നല്ലത്, അങ്ങനെ നമുക്ക് പറയാം. ഇത് എല്ലാ സംഭവങ്ങളിലും ഉണ്ട് കേട്ടോ, എല്ലാത്തിലുണ്ട്. വിശ്വാസത്തിലുണ്ട്, കർമ്മത്തിലുണ്ട്, വാക്കിലുണ്ട്, പ്രവൃത്തിയിലുണ്ട്, എല്ലാത്തിലും ഈ ദ്വന്ദ്വം എന്ന് പറയുന്ന ഈ രണ്ട് സംഭവങ്ങളുണ്ട്. ഇതൊരിക്കലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഒന്നാവുകയില്ല. ഇങ്ങനെ വന്നിട്ട് അത് ഇങ്ങനെ പോവുക ചെയ്യുക, ഒരിക്കലും കൂട്ടിമുട്ടാത്ത രേഖകളായിട്ടാണ് അത് പോവുക. അതാണ് സമാന്തര രേഖകളായിട്ട് പോവുക ചെയ്യുക. ഇതൊരിക്കലും ഇങ്ങനെ വന്നിട്ട് ഒരു ഒന്നാവില്ല. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ നിശ്ചയിച്ച രണ്ട് വഴികളാണ്. അതിനാണ് നമ്മൾ ഫഹദൈനാഹുൻ നജ്ദൈൻ എന്ന് പറയാം. രണ്ട് ഉയർന്ന വഴികൾ എന്ന് പറയുന്നത് ഈ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഈ വഴികളാണ്. ആരാണ് ഈ നന്മ തിന്മകളെ നിശ്ചയിക്കുന്നത്? ആരാണ് ഈ നന്മ തിന്മകളെ നിശ്ചയിക്കുന്നത്? നന്മ തിന്മകളെ നിശ്ചയിക്കാനുള്ള അധികാരവും അവകാശവും അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവാണ് ഏതൊരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് നിശ്ചയിക്കുന്നത്. ഭൗതികമായ അതിൻ്റെ കാഴ്ചയിൽ അത് നന്മ തിന്മെന്നും വേർതിരിച്ച് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല, അങ്ങനെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇപ്പോൾ നമുക്കൊരാളൊരു വിരുന്ന് നടത്തുന്നു, ആ വിരുന്ന് നടത്തുന്ന അയാളുടെ ധനം ഹറാമായ ധനമാണോ ഹലാലായ ധനമാണോ അത് തിന്നുമ്പോൾ നമുക്ക് മനസ്സിലാവും, കണ്ടാൽ നമുക്ക് മനസ്സിലാവും? ഇല്ല, അങ്ങനെയൊന്നും മനസ്സിലാവില്ല. കാരണം ഇത് കൃത്യമായും ഭൗതികമായ ഒരു മാനദണ്ഡമല്ല. ഇത് അള്ളാഹു എന്താണോ നന്മയെന്ന് പറഞ്ഞത് അതാണ് നന്മ, അള്ളാഹു എന്താണോ തിന്മയെന്ന് പറഞ്ഞത് അതാണ് തിന്മ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു യുക്തിയൊന്നും ഇതിൻ്റെ മേലെ ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ യുക്തിയിലനുസരിച്ച്. അപ്പോൾ അതൊക്കെ ഇതായിട്ട് ഈ ആയത്തുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. കരയിൽ നിന്ന് വേട്ടയാടുമ്പോൾ എന്താ അങ്ങക്ക് ഹറാമ്, കടലിൽ വേട്ടയാടുമ്പോൾ എന്താ ഹറാമല്ലാത്തത്, എന്താണ് അതിൻ്റെ യുക്തി എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇത് കേവലം യുക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കിട്ടുന്ന വിഷയമല്ല. യുക്തിയൊക്കെ അതിൻ്റെ ഇതായിട്ട് വരുന്നത് അതിൻ്റെ പ്രായോഗിക രൂപം വരുമ്പോൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് അള്ളാഹു എന്താണോ ഹറാമാക്കിയത് അത് ഹറാം തന്നെ, അള്ളാഹു എന്താണോ ഹലാലാക്കിയത് അത് ഹലാല് തന്നെ. അതാണ് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഫലങ്ങളെ നിശ്ചയിച്ചതും അള്ളാഹുവാണ്. തിന്മയുടെ ഫലം ഇന്നതാണെന്ന് നിശ്ചയിച്ചതും അള്ളാഹുവാണ്, നന്മയുടെ ഫലം ഇന്നതാണെന്ന് നിശ്ചയിച്ചതും അള്ളാഹുവാണ്. ആർക്കും അതിലൊരു പങ്കുമില്ല. പക്ഷേ ഈ രണ്ട് സംഭവങ്ങളെയും ഈ നന്മയെയും തിന്മയെയും കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇതിനാണ് നമ്മൾ ഈ നോർമലൈസ് ചെയ്യാന്ന് പറയില്ലേ, ഒക്കെ കണക്കാണ്, അല്ലെങ്കിൽ ഒക്കെ സമാണ്, ഒക്കെ ഒന്നാണ് എന്ന് പറയുന്ന, അതായത് അതിനെ നോർമലൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. അതായത് ഈ തിന്മയുടെ ആധിക്യം മനുഷ്യരെ അത്ഭുതപ്പെടുത്തും.
അത് എത്ര അത്ഭുതപ്പെടുത്തിയാലും തിന്മ നന്മയാവുകയില്ല, നന്മ തിന്മയാവുകയില്ല. അത് ലോകത്ത് ഒരാളെ ബാക്കിയുള്ളെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളുടെയൊക്കെ എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, എല്ലാവരും ഇപ്പം അങ്ങനെയല്ലേ? നാടോടുമ്പോൾ നടുവേ ഓടുക, ചേരനെ തിന്നുന്ന നാട്ടിൽ നിന്നാൽ നടുക്കഷ്ണം തിന്നുക, ഭൂരിപക്ഷം അതാണ് ശരി. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും. ഇതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, നന്മ തിന്മ എന്ന് പറയുന്നൊരു സാധനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഒക്കെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടി അത് വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പം നമ്മൾ ഈ സൗദിയിൽ ഈ പറയുന്നത് ഒക്കെ ഇതിലാപ്പെടുക. ഒക്കെ ഇതിലാപ്പെടുക. എല്ലാ സംഭവങ്ങളും സത്യമാണെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ സത്യമില്ല എന്നാണ്. അതന്നെ അതൊക്കെ തന്നെ ഇതൊക്കെ പല സംഭവങ്ങൾ ആകർഷകമാക്കിയിട്ടാണല്ലോ. അതായത് ആകർഷകമായ പാക്കറ്റിലാണ് എല്ലാ സാധനവും ഇറക്കുക. അതിപ്പോൾ വിഷമാണെങ്കിലും അങ്ങനെ തന്നെ. വിഷത്തിൻ്റെ കുപ്പിയും നല്ല ഭംഗിയുള്ള പാക്കറ്റിലൊക്കെ തന്നെയാണ് നമുക്ക് മേടിക്കാൻ കിട്ടുക. അപ്പോൾ അതിൻ്റെ ആ ജനങ്ങളെ, സാധാരണ ജനങ്ങളെ, കാരണം സാധാരണ വിശ്വാസികൾ എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളൊന്നും അറിയാത്ത ആളുകളായിരിക്കും. അപ്പോൾ അവർ എല്ലാവരും കുത്തുബിയത്ത് നടത്തുന്നുണ്ട്, അപ്പോൾ നമ്മളും നടത്തും. എല്ലാവരും മൗലൂദ് നടത്തുന്നുണ്ട്, നമ്മളും നടത്തും. ഇങ്ങനെ എല്ലാവരും എന്ന് പറയുന്നിട്ട് അതിനെ അങ്ങോട്ട് നോർമലൈസ് ചെയ്യാമെന്ന് പറയാം. ഇപ്പം അങ്ങനെ തന്നെയാണ്. പിന്നെ അതിനെ പറയുന്ന ആളുകൾ എന്താവുമെന്ന് ചോദിച്ചാൽ, അതിനെതിരെ പറയുന്ന ആളുകൾ ഭ്രാന്തനാക്കാൻ വളരെ എളുപ്പമാണ്. അതിനെതിരെ പറയുന്ന ആളുകളെ ഭ്രാന്തനാക്കാൻ വളരെ എളുപ്പമാണ്. അയാളെ അകറ്റി നിർക്കാനും അയാളെ വേണമെങ്കിൽ തല്ലിക്കൊല്ലാനും ഒക്കെ എളുപ്പമാണ്. കാരണം ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ എപ്പോഴും ഈ സംഭവത്തിന് കിട്ടും. പക്ഷേ അള്ളാഹു നമ്മളോട് പറയുന്നത് എന്താ ചോദിച്ചാൽ, നമ്മളെ സ്വർഗത്തിലെത്തിക്കാനുള്ള പണിയാണ്. നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ. അങ്ങനെ നിങ്ങൾ സ്വർഗം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് വേണമെന്ന് ചോദിച്ചാൽ, ആ പറച്ചിലൊന്നും വീഴാതെ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ നമുക്ക് പഠിപ്പിച്ചത്, എന്താണ് ഹറാം എന്ന് പറഞ്ഞാൽ അത് ഹറാം തന്നെ, എന്ത് ഹലാൽ എന്ന് പറഞ്ഞാൽ അത് ഹലാൽ. അത് കാലം എത്ര പോയാലും ഇതൊന്നും കാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഏത് കാലത്തും ഇതൊക്കെ ഉണ്ട്. ഏത് കാലത്തും ഈ പരിപാടികളൊക്കെ ഉണ്ട്. ഓരോ രൂപം അതിൻ്റെ മാറി വരുന്നു എന്നല്ലാതെ ഒന്നുമില്ല. അപ്പം ആദമിൻ്റെ 2 മക്കൾ എന്തിൻ്റെ പേരിലാണ് കലഹിച്ചത്? പെണ്ണിൻ്റെ പേരിലല്ലേ? അതേ കലഹം എപ്പോഴും അതേമാതിരി നിൽക്കുന്നില്ലേ? ഇല്ലേ? ഇക്കണ്ട കാലമൊക്കെ ആയിട്ട് അതിന് വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇടക്കിടക്ക് ഈ പെണ്ണിന് വേണ്ടി കൊലപാതകം നടക്കണം ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും സംഗതികളൊന്നും മാറുന്നില്ല. പക്ഷെ അതിൻ്റെ രീതികളൊക്കെ അന്ന് കൊല്ലാൻ ഉപയോഗിച്ച രീതിയാവില്ല, ചിലപ്പോൾ ഇന്ന് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ തന്നെ. അതായത് തിന്മ തന്നെയാണ്, നന്മ തന്നെയാണ്. അത് എത്ര ആധിക്യം, എത്ര ആളുകൾ അതിൽ കൂടുതലുണ്ടോ, അതായത് ഭൂരിപക്ഷമൊന്നും ഇതിൻ്റെ ഭാഗത്ത് ഒരു വിഷയമല്ല. അള്ളാഹുടെ അടുക്ക് ഈ ഭൂരിപക്ഷം കൊണ്ട് യാതൊന്നും നേടാനും പോകുന്നില്ല. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരാവണം. യാ ഉലിൽ അൽബാബ്. അള്ളാഹു മനുഷ്യന് വെച്ച് കൊടുത്ത ഈ സവിശേഷമായ ഈ ഗ്രാഹ്യശേഷിയുണ്ട്. ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഈ മനുഷ്യർ കിട്ടിയിട്ടുള്ള ഈ ഗ്രാഹ്യശേഷി ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഗ്രാഹ്യശേഷിയാണ്. അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത്. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ്. കാരണം ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് നമ്മൾ സൂറത്തു തീനിലൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് അഹ്സനു തക്വീം എന്ന് പറയുന്നത്. എന്താണ് ഈ മനുഷ്യൻ്റെ തക്വീം? മൂല്യം. മനുഷ്യൻ്റെ മൂല്യം എന്ന് പറയുന്നത് ആടിൻ്റെ മൂല്യം പോലെ ആട്ടിറച്ചിയുടെ മൂല്യമല്ല. മനുഷ്യൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അവസാനിക്കാത്ത മറ്റൊരു ലോകത്തേക്ക് കൂടി നീളുന്ന മൂല്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ സൗകര്യങ്ങളും ഈ ഗ്രാഹ്യശേഷിയും മനുഷ്യന് വെച്ച് കൊടുത്തിട്ടുള്ള സകല സംഭവങ്ങളും അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് നമ്മൾ ഗ്രാഹ്യശേഷി, നമുക്ക് ആ തന്ന ഗ്രാഹ്യശേഷി നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന അല്ല പറയുന്നത്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയെന്നാണ് നമ്മൾ പറയാം. ഫല്ലാഹ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനാണ്. ഫലഹ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു. അതായത് നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കൃഷിയുടെ ഫലമെടുക്കാൻ വേണ്ടി. അത് ഏത് ഫലമാണെങ്കിലും കിട്ടും. നെല്ല കുഴിച്ചിട്ട് നെല്ലിൻ്റെ ഫലം കിട്ടും. ഇത് എടുക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തന്ന ഈ ബുദ്ധിയും കാര്യം വെച്ചിട്ട് വെറും ആചാരങ്ങളുടെ പിറകെ, വികാരങ്ങളുടെ പിറകെ, ഭൂരിപക്ഷത്തിൻ്റെ പിറകെ പോകാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു നിങ്ങൾക്ക് ഈ വക ശേഷികൾ വെച്ച് തന്നിക്കണമെന്ന്. അതൊക്കെ അതിന് വെച്ചു കൊടുത്ത ഒരു ജീവികളൊക്കെ പൊയ്ക്കോളും.
നിങ്ങളതിനു വേണ്ടിയൊന്നും അല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെ ഗഹനമായ ഭാഗങ്ങളാണ് ഖുർആനിൽ ഈ പറയുന്നതൊക്കെ. പ്രത്യേകിച്ച് സൂറത്തുൽ മാഇദ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനെ മുന്നിൽ നിർത്തിയിട്ടാണ്, റസൂൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു സമൂഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ സംസാരമൊക്കെ. അതായത് ഈ മുന്നിൽ നിർത്തിയ സമൂഹത്തിൻ്റെ രീതികൾ തന്നെയാണ് ഇനി ലോകം അവസാനിക്കുന്നത് വരെയും അള്ളാഹു പഠിപ്പിച്ച രീതി. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, ലാ തസ്അലു അൻ അഷിയാ, കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കരുത്, വിഷയങ്ങൾ ചോദിക്കരുത്. ഏത് തരം വിഷയങ്ങളാണ് ഈ ചോദിക്കരുത്? ആരോടെ ചോദിക്കരുത് എന്നാണ് പറയുന്നത്? റസൂലിനോട് ചോദിക്കരുത്. ഇൻ തുബദലക്കും തസൂക്കും, അത് ആ റസൂല് നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെ അത് ദുഃഖിപ്പിക്കും. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്. വ ഇൻ തസ്അലു അൻഹ, അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ ഹീന യുനസ്സലുൽ ഖുർആൻ അവതരിക്കുന്ന അവസരങ്ങളിൽ, അതായത് വഹയി വരുന്ന അവസരങ്ങളിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചോദ്യങ്ങൾ റസൂലിനോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നതിനെ, അതായത് ഈ മനുഷ്യൻ ഇപ്പം സ്വാഭാവികമായിട്ടും മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചറിയാൻ നമുക്ക് ജിജ്ഞാസ കൂടുമല്ലോ, അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ ഇത് അവരിലുമുണ്ട്. ആരിലുണ്ട്? സഹാബാക്കളിലുമുണ്ട്. സഹാബാക്കൾക്കറിയാം റസൂലിനോട് ഈ വഹയി വരുന്ന നേരത്ത് കാര്യങ്ങൾ ചോദിച്ചാൽ കിട്ടുന്നു, അറിയുന്നു, മറഞ്ഞു കിടക്കുന്ന ഗൈബായ കാര്യങ്ങൾ അറിയുന്നു. അപ്പോൾ അവർ പലരും ചോദിക്കാൻ തുടങ്ങി. റസൂലിൻ്റെ സദസ്സിലിരുന്നിട്ട് ഒരാൾ ചോദിച്ചു, ഞാൻ മരിച്ചുപോയ എവിടെയെന്ന്, പരലോകത്ത് ഞാൻ എവിടെയെന്ന്. റസൂൽ പറഞ്ഞു, നീ നരകത്തിലാണ്. വേറൊരു പ്രമുഖനായ സഹാബി, ആ സഹാബി എന്ന് പറയുന്നത് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ സഹാബിയാണ്, ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈസർ ചക്രവർത്തിയുടെ അടുത്തേക്ക് പ്രതിനിധിയായി പറഞ്ഞയച്ച ആളാണ്. അദ്ദേഹം ചോദിച്ചു, എൻ്റെ അപ്പ ആരാണെന്ന്. അപ്പോൾ പറഞ്ഞു, അബ്ദുല്ലാഹിബിൻ ഹുദാഫ എന്ന് പറയുന്ന സഹാബി. എൻ്റെ അപ്പ ഹുദാഫ തന്നെയാണ് എന്ന് പറഞ്ഞു. മൂപ്പരനെ ചീത്തറിഞ്ഞു. കാരണം ഈ എന്നെ പോലെ ഒരു കുരുത്തം കെട്ട മോനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ എന്നെ അവരുടെ ഇടയിൽ വഷളാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചോദിക്കുകയാണ്. ഇതൊക്കെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുക. അപ്പോൾ അതായത് ജിജ്ഞാസ, മനുഷ്യരുടെ ആ ജിജ്ഞാസ, അതായത് ആ ഗൈബ് അറിയാൻ വേണ്ടിയുള്ള, റസൂലിനോട് അത് ചോദിച്ചാൽ കിട്ടുന്നവർക്കറിയാം. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതുമാതിരി ഈ ഹജ്ജ്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി എന്ന് പറയുന്ന ആയത്തിറങ്ങിയപ്പോൾ ചിലർ ചോദിക്കുക അതെല്ലാ കൊല്ലവും ഉണ്ടോ എന്ന്. അപ്പോൾ റസൂൽ ആദ്യം ഒന്നും മുണ്ടിയില്ല. പിന്നെയും ചോദിച്ചു എല്ലാ കൊല്ലം ഉണ്ടോ? അപ്പോൾ റസൂൽ പറഞ്ഞു, ഇല്ല. ഞാനെങ്ങാനും അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാവും. ഞാനെങ്ങാനും അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിർബന്ധമാവും. അതുകൊണ്ട് അതൊക്കെ ഈ സാഹചര്യം വെച്ചിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ ചോദിക്കരുത്. നിങ്ങളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ചോദ്യം ഉത്തരമൊക്കെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ട കാര്യമാണ്. ഈ റസൂല് അള്ളാഹു ആ ഉമ്മത്തിന് പഠിപ്പിക്കുക, അവരുടെ ചോദ്യങ്ങളുടെ മര്യാദ പഠിപ്പിക്കുക. ചോദ്യം എന്തിനാ? നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളായിരിക്കണം. അതായത് വാപ്പ എവിടെയെന്ന് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ എവിടെയെന്ന് അറിഞ്ഞിട്ടോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുത്ത കർമ്മങ്ങളിലേക്കൊക്കെ എത്താൻ ഉപകാരപ്പെടുന്ന അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ റസൂലിനോട് ചോദിക്കേണ്ടത്. ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കരുത്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടും. നമ്മളിപ്പോൾ ഈ ഖുർആനിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒരുപാട് ആയത്തുകൾക്ക് നമ്മൾ ധാരാളം വിശദീകരണങ്ങൾ കാണാം. അതായത് ഇപ്പോൾ ഞാൻ സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്രി വലയാലിൻ നശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വിശദീകരണത്തിൽ പോകുമ്പോൾ 36 അഭിപ്രായം നമുക്ക് കാണാം. എന്തെങ്ങനെ അഭിപ്രായം വന്നു? ഒരൊറ്റ ചോദ്യം റസൂലിനോട് ചോദിച്ചാൽ മതിയായിരുന്നില്ലേ? റസൂൽ ഒരു മറുപടി പറഞ്ഞാൽ പിന്നെ അപ്പുറക്ക് പൂജലോ എന്തേ ഉണ്ടായിരുന്നത്? അതിനുള്ള ഉത്തരം ഇതിൽ കിടക്കുന്നുണ്ട്. അതായത് ഈ സ്വഹാബാക്കൾ റസൂലിനോട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നില്ല. കാരണം ആവശ്യമില്ലാത്ത, അവർക്ക് റസൂൽ എന്താണോ പറയുന്നത് അത് കേൾക്കുകയും അനുസരിക്കുകയും സമീഅന വഅതാന, അതായിരുന്നു അവരുടെ രീതി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, ഇവരെ പോലെയുള്ള ഒരു സമൂഹത്തിനെ, ഈ സഹാബാക്കളെ പോലെയുള്ള ഒരു സമൂഹത്തിനെ ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല.
അവരാകെ റസൂലിനോട് ചോദിച്ചത് 13 ചോദ്യമാണ് അത്രേ. അത് മുഴുവൻ ഖുർആനിലുണ്ടെന്ന്. അത് യസ് അലൂനക അനിൽ അഹില്ല, യസ് അലൂനക അനിൽ മഹീർ, അങ്ങനത്തെ പോലെ അവരുടെ ദീനിന് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് അവർ ചോദിച്ചിരുന്നത്. അല്ലാതെ ഇങ്ങനെ നമ്മളെ പാരി ഇങ്ങനെ ചോദ്യങ്ങളിങ്ങനെ അധികരിപ്പിക്കുക. ചോദ്യങ്ങൾ അധികരിപ്പിക്കുമ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചാൽ ഉത്തരം എല്ലാവർക്കും കിട്ടില്ല. ചോദ്യം എല്ലാവരുടെ മുമ്പിലെത്തും, കൺഫ്യൂഷൻ എല്ലാവരിലും ഉണ്ടാവും. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ ചില ചോദ്യങ്ങളില്ലേ, ഗാന്ധിജി എവിടെയാണ്, സ്വർഗത്തിലാണോ നരകത്തിലാണോ, ആരുത്തരം പറയണം? സാദിഖ് തങ്ങൾ ഉത്തരം പറയണം. ചില ചോദ്യങ്ങളില്ലേ, എന്താ അതിൻ്റെ ഒക്കെ അർത്ഥം? എന്തിനാ ഈ ചോദ്യം? എന്തെങ്കിലും നേടാനാ? ആ ചോദ്യങ്ങൾ പലതരമുണ്ട്. ഇപ്പോൾ സഹാബാക്കൾ ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങളുണ്ട്, അത് കൗതുകത്തിന് അങ്ങനെ കൗതുകം ഉണ്ടായിട്ട് ഗൈബ് അറിയാനുള്ള കൗതുകത്തിൻ്റെ. വേറെ ചോദ്യങ്ങളുണ്ട്. ബനൂ ഇസ്രായേൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ആ പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അതെന്തിനാ ചോദ്യം? വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നൊരു കാര്യമായിരുന്നു. ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ തീരുന്നൊരു പ്രശ്നം ചോദിച്ച് ഇതാകെ കുളാക്കി. അങ്ങനെ അത്യപൂർവമായി കിട്ടുന്ന ഒരു പശുവിനെ ഇറക്കാനാക്കി. അതെന്താണെന്ന് ചോദിച്ചാൽ അത് അവരിൽ നിന്ന് ആ വിധിയിൽ നിന്ന് ഊരിച്ചാടാൻ വേണ്ടി ചോദിച്ചതാണ്. അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് യഹൂദരും മുശ്രിക്കുകളും ഈ മുനാഫിക്കുകളൊക്കെ മദീനയിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തിനാ? മുസ്ലിമീങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ. അതായത് ചോദ്യങ്ങളിലുമുണ്ട് ഹബീസുമുണ്ട് ത്വയ്യിബുമുണ്ട്. അതായി പറയണത്, ഹബീസുമുണ്ട് ത്വയ്യിബുമുണ്ട്. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കരുത്. അത് വഹയി ഇറങ്ങുന്ന നേരത്ത് കാര്യങ്ങൾ ചോദിച്ചാൽ റസൂല് അതങ്ങ് പറയും. അത് പറയേണ്ടത് അതങ്ങനെയാണ്. കാരണം മഴ ഇങ്ങനെ വർഷിക്കുമ്പോൾ, വർഷക്കാലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വെള്ളം വീണ നെല്ലിൻ്റെ വിത്ത് മുളക്കും, ഒക്കെ മുളക്കും. അങ്ങനെ ഒരു സംഭവമാണ് വഹി എന്ന് പറയുന്നത്. അപ്പോൾ മറയൊന്നും ഉണ്ടാവില്ല. റസൂലിനോട് ചോദിച്ചാൽ അതങ്ങ് പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ നരകത്തിലാണെന്ന് കേട്ടാൽ നമുക്ക് വിഷമാവും, സന്തോഷിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ അത് വേണ്ടെന്ന്, അങ്ങനത്തെ ആ കാര്യങ്ങൾ, അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഈ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ എന്നോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. ഈ സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്കത് പറയേണ്ടി വരും. അതിനെന്നെ പിന്നെ തടയുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. മുസ്ലിങ്ങളെ അനാവശ്യ ജിജ്ഞാസകളിൽ നിന്നും കേവല കൗതുകങ്ങളിൽ നിന്നും വൈകാരികതകളിൽ നിന്നും വിമോചിപ്പിക്കുകയാണ് റസൂൽ ഈ ജ്ഞാനത്തിനെ ഇറക്കി കൊണ്ടുപോവുക. പ്രയോജനപ്രദവും വിജ്ഞാനപ്രദവുമായ അറിവുകളുടെ വഴികളിലേക്ക് അവരെ വളർത്തുകയാണ്. ഈ ഖുർആൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേവലം ഒരു ചർച്ചയല്ല, ഒരു ആശയ ചർച്ചയല്ല. ഖുർആൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്. അതാണ് ഖുർആൻ ഉന്നമിക്കുന്നത്. ആ ലക്ഷ്യത്തിന് അതിൻ്റേതായ വഴികളുണ്ട്. അത് ലോകത്ത് ബാക്കിയുള്ളവരൊക്കെ പിന്തുടരുന്ന വഴികളല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു കുറേ നിർബന്ധങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അവയെ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു കുറേ പരിധികൾ വെച്ചിട്ടുണ്ട്, അവയെ മറികടക്കരുത്. അവൻ ചില വസ്തുക്കളെ പവിത്രമാക്കിയിട്ടുണ്ട്, അതിനെ നിന്ദിക്കരുത്. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് വെച്ചിട്ടുള്ള നിങ്ങളോടുള്ള കാരുണ്യത്താൽ, അള്ളാഹ് മറന്നിട്ടൊന്നല്ല, നിങ്ങളോടുള്ള കാരുണ്യത്താൽ ചില കാര്യങ്ങൾ പറയാതെ വിട്ടിരിക്കുന്നു, അവയെക്കുറിച്ച് നിങ്ങൾ ചോദിക്കേണ്ട. അത് അങ്ങനെ പറയാതെ വിട്ടു. റസൂൽ എന്താണോ കാര്യങ്ങളിലൊക്കെ ചെയ്തത് അത് നിങ്ങളങ്ങനെ ഫോളോ ചെയ്ത് പോയിക്കോളെ. അതിൻ്റെ ഇങ്ങനെ ഉള്ളിലേക്ക് ചകഞ്ഞ് പോയിട്ട് അതിനെ നമ്മൾ മറ്റൊന്നിൻ്റെ മുകളിലൊക്കെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഇന്നാൾ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് സിഗരറ്റ് വലി ഹറാമല്ലേ എന്ന്. അത് ഹറാമാക്കിയിട്ടില്ല, കാരണം അതിൽ മസ്കറാണ് അതിൻ്റെ വിഷയം, സക്കർ. അപ്പോൾ നമ്മൾ അത് നല്ലതാണെന്നല്ല പറയാം, പക്ഷേ ഹറാമാക്കിയിട്ട് അള്ളാഹ് റസൂൽ പഠിച്ചിട്ടുണ്ട്, അത് ഹറാമാക്കിയാൽ മതി. നമ്മളുടെ പിന്നെ അതിൻ്റെ കയ്യാസൊക്കെ പിടിച്ചിട്ട് പോയിട്ട് ആവശ്യമില്ലാത്ത പരിപാടി ചെയ്തിട്ട് പിന്നെ അവസാനം നമുക്ക് തന്നെ അത് പാലിക്കാൻ പറ്റില്ല. അതാണ് ബനൂ ഇസ്രായേലിയരൊക്കെ കുടുങ്ങിയത്. അവർ ചോദിച്ചു മേടിച്ച് ഏതിനെ, താലൂത്തിനെ രാജാവാക്കിയിട്ട് ചോദിച്ചു മേടിച്ച്. പക്ഷേ രാജാവായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ കുറേ സംഭവങ്ങൾ, ഇതിലൊന്നും നിങ്ങൾ പോയി കുടുങ്ങരുതെന്നാണ്. അള്ളാഹ് എന്താണോ ഹറാമാണെന്ന് പറഞ്ഞാൽ അവിടെക്കുക, അള്ളാഹ് ഹറാമല്ലാത്തത് പറഞ്ഞാൽ അത് അവിടെ നിൽക്കുക. അത് തെറ്റാണ്, അത് ശരിയല്ല എന്നൊക്കെ ഉള്ളത് വേറെ അതുകൊണ്ട് നമുക്ക് പറയാം. പക്ഷേ കൃത്യമായി ഹറാമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ പോയി കൊടുക്കും. അവസാനം ചായയിൽ ലഹരി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവസാനം നിങ്ങൾ അത് ഒഴിവാക്കേണ്ടി വരും. കാപ്പിയിൽ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കേണ്ടി വരും. അവസാനം നമ്മൾ പോയിട്ട് തന്നെ കുടുക്കും. അങ്ങനത്തെ കുടുക്കിലൊന്നും നമ്മൾ പോയി ചാടാൻ നിൽക്കണ്ട എന്നായി പറയുന്നത്. കാരണം ഇങ്ങനത്തെ
കൗമുകൾ പോയിട്ട് പണ്ട് കുടുങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അറിവിനായിട്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് അത് ആവശ്യം നേരിടുമ്പോഴും ആവശ്യത്തിൻ്റെ പരിധിയിലുമാണ്. ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുക. സാങ്കല്പികവും അദൃശ്യവുമായ കാര്യങ്ങൾക്ക് പിറകെ അന്വേഷിച്ചിറങ്ങുന്ന സ്വഭാവം മുസ്ലിമീങ്ങളുടേതല്ല. അല്ല, ആ അറിവ് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഗൈബിയായ അറിവുകളെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ആ അറിവ് അള്ളാഹു എത്രയാണോ നമുക്ക് വെളിപ്പെടുത്തിയത് അതിനപ്പുറം കിട്ടാൻ പോകുന്നില്ല. വമാ ഊത്തീത്തും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അപ്പോൾ അതുകൊണ്ടൊക്കെ അതിൻ്റെ പിന്നാലെ വല്ലാതെ പിടിച്ചു പോകരുത്. അഫല്ലാഹു അൻഹ, ഇപ്പോൾ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്നാണ് അവരോട് പറയാം. വല്ലാഹു ഗഫൂറുൻ ഹലീം, അത് അള്ളാഹുവിൻ്റെ സിഫത്ത്, അള്ളാഹുവിൻ്റെ സ്വഭാവം അതായതുകൊണ്ടാണ്. അള്ളാഹു ഗഫൂറാണ്, ഹലീമാണ്, അതുകൊണ്ടാണ്, സഹനമുള്ളവനാണ്. എന്നിട്ട് പറയാം ഖദ് സഅലഹ ഖൗമുൻ, ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹം, അതായത് പ്രത്യേകിച്ച് ബനൂ ഇസ്രായേല്യർ, യഹൂദർ, അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ അവരുടെ റസൂൽമാരോട് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ട് എന്താ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ചോദിച്ചിട്ട് അത് കിട്ടിയപ്പോൾ അവർക്ക് അത് കൊണ്ടുനടക്കാൻ പറ്റിയില്ല. അതുമാതിരി ചോദിച്ചു മേടിച്ചത് തന്നെയാണ് ഇത്ര ഈ സാബത്തും. ഞങ്ങൾക്കൊരു വിശുദ്ധ ദിനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു മേടിച്ചതാണ് ഇത്ര ഈ സാബത്തും. അവസാനം സഹാബത്തിൻ്റെ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് പറ്റിയില്ല. കാരണം കൊല്ലത്തല്ല, അവർക്ക് എല്ലാ ശനിയാഴ്ചയും സാബത്താണ്. സബത്ത് എന്ന് പറഞ്ഞാൽ അതിന് ശനിയാണ്. അപ്പോൾ എന്താ ചോദിച്ചാൽ അവരുടെ പിന്നെ ഓരോ നടപടിക്രമങ്ങളെ കൊണ്ടും അത് ടൈറ്റായിട്ട് വന്നു. അവസാനം പിന്നെ അവർക്ക് ഈ ശനിയാഴ്ച പിന്നെ അതൊരു പരീക്ഷണമായി മാറി. കാരണം പരീക്ഷണമായി മാറുക എന്ന് പറയുമ്പോൾ തന്നെ അതാ ഏറ്റവും അവസാനത്തിലാണ് വരിക. അങ്ങനെ ശനിയാഴ്ച മാത്രം ഭയങ്കരമായിട്ട് മീൻ വരൽ തുടങ്ങി, ബാക്കിയുള്ള ദിവസമൊന്നും കാണാനുമില്ല. അത് കുടുങ്ങി. അങ്ങനെ പോയി കുടുങ്ങിയിട്ടുണ്ട്. ഈ ഓരോന്ന് ചോദിച്ച്, അതായത് ഈ ഭക്തി വളരുമ്പോഴുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഇതൊന്നും പോരാ തോന്നും. അത് ഭക്തിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഭക്തി പിന്നെ നമ്മുടെ വകമായിട്ട് നമ്മളങ്ങ് കൂട്ടാൻ തുടങ്ങും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ കണ്ടമാനം മൗലൂദ് സദസ്സുകൾ, ദിക്ർ സദസ്സുകൾ, ഹൽക്കകൾ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഉള്ളതൊന്നും പോരാ, നമുക്ക് കുറച്ചും കൂടി ഒന്ന് നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ തുടങ്ങണത്. അങ്ങനെ തുടങ്ങുമ്പോൾ ചില പ്രശ്നമുണ്ട്. ഇത് പോയിട്ട് അവസാനം നമ്മൾ തന്നെ അങ്ങ് ഇറുകിപ്പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹ് വരച്ച വരയിൽ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴേ ഈ കൗമ് പിഴക്കാതെ പോവുകയുള്ളൂ. അങ്ങനെ ചോദിച്ചിട്ട് മേടിച്ചവരൊക്കെ പിന്നീട് പിഴച്ചു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സുമ്മ അസുബഹു ബിഹ കാഫിരീൻ, പിന്നെ അവരൊക്കെ അതിൻ്റെ നിഷേധികളായി മാറിയിട്ടുണ്ട്. കാരണം ഇതൊന്നും കൊണ്ടടക്കാൻ പറ്റില്ല. കാരണം മനുഷ്യൻ്റെ പെരടിയിൽ ഇങ്ങനെ ഭാരങ്ങളിങ്ങനെ വന്ന് പതിക്കുകയാണ്. നമുക്കിപ്പോൾ അതൊന്നുമില്ല. നമുക്കെന്താ ആകുള്ളതെന്ന് ചോദിച്ചാൽ 5 നേരം നിസ്കരിക്കണം, കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ അള്ള പറഞ്ഞത് അനുസരിക്കണം, അല്ലാതെ വല്ലാതെ കിടന്ന് ഭാരങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഭാരങ്ങൾ ഇനി എടുത്തേക്കും വേണ്ട. ചെറിയൊരു കുത്തുബ അല്ലേ, ചെറിയൊരു കുത്തുബ, നമസ്കാരത്തിനേക്കാൾ ചെറുതാകണം കുത്തുബ എന്നാണ്. നമസ്കാരത്തിനേക്കാൾ ചെറുതാകണം കുത്തുബ. ചെറിയ ഒരു ഉത്ബോധനം, അത് പറയുന്നത് കാമ്പുള്ളതാക്കുക, ജനങ്ങൾക്ക് മനസ്സിലാക്കുക, ഉത്ബോധനം നടത്തുക. കൂടുതൽ പഠിക്കേണ്ടവർ ഓരോരുത്തർ അതിനനുസരിച്ച് ചെയ്യുക. അതായത് വളരെ സിമ്പിളാക്കിയിരിക്കുന്നു കാര്യം. യാത്ര പോവുകയാണെന്ന് നിങ്ങൾ 2 നിസ്കരിച്ചാൽ മതി, 4 ആക്കണ്ട. എന്തെല്ലാം സൗകര്യങ്ങളാണ് അള്ളാഹ് ചെയ്തു കൊടുക്കുന്നത്. മാ ജഅലല്ലാഹു, അള്ളാഹു ആക്കിയിട്ടില്ല, മിൻ ബഹീറത്തിൻ, ഈ ബഹീറ ഇതൊക്കെ എന്താ ചോദിച്ചാൽ അള്ളാഹു നേരത്തെ ഷിആറുകൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അതിന് ഓപ്പോസിറ്റ് രാഷ്ട്രീയ പൗരോഹിത്യവും മതപൗരോഹിത്യവും ഒക്കെ കൂടി വേറെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒന്നാക്കാനുള്ള അതും അള്ളാഹു നിശ്ചയിച്ചതാണ്, ഇതും അള്ളാഹു നിശ്ചയിച്ചതാണ്. എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അള്ളാഹു ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഇതിങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാ രംഗത്തുമുണ്ട്. ഇത് എല്ലാ ഷിആറുകളുടെ രംഗത്തും ഇതൊക്കെ ഉണ്ട്. നമ്മൾ കുറേ ഇപ്പോൾ പച്ചക്കൊടി ഒരു ഷിആറല്ലേ? ആരുടെ ഷിആർ? അള്ളാഹു നിശ്ചയിച്ചതാ. ചന്ദ്രക്കല ഒരു ഷിആറല്ലേ? ആരുടെ? അള്ളാഹു നിശ്ചയിച്ചതാ? റസൂൽ നിശ്ചയിച്ചതാ? അല്ല. നമ്മളും കുറേ ഷിആറുകൾ അങ്ങ് നിശ്ചയിച്ചിട്ട് ഒക്കെ ഒന്നാണ്, അത് പറ്റില്ല എന്നാ. അതൊക്കെ അതിലുണ്ട് ഖബീസുണ്ട് തയ്യിബുമുണ്ട്. അതുപോലെ ഇവർ ഖബീസാക്കി ഇവരുണ്ടാക്കി വെച്ചതാണ് ബഹീറ. അതായത് 5 പ്രസവിച്ച ഒട്ടകം, ആ അവസാനത്തത് ആണാണിച്ചെങ്കിൽ അതിനങ്ങോട്ട് മേയാൻ വിടും. പിന്നെ അതിൻ്റെ മുകളിൽ തൊടാൻ പാടില്ല, അതിൻ്റെ മുകളിൽ അതിൻ്റെ പാല് കുടിക്കാൻ പാടില്ല, അതിനെ കറക്കാൻ പാടില്ല, അതിനെ അറുക്കാൻ പാടില്ല, അതിനെ സവാരി ചെയ്യാൻ പാടില്ല. കാരണം വിശുദ്ധം. ഉള്ള ആളുകളങ്ങൾ കണ്ടിട്ടില്ലേ? ഉള്ളാളത്തേക്കുള്ള
ഇപ്പോൾ മർക്കസിൽ എന്താണ് ആ ബദരീങ്ങളുടെ ആളിന് 313 ആടുകൾ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി അതങ്ങനെ ഉണ്ടാവും. അതൊക്കെ ഈ പൗരോഹിത്യം ഉണ്ടാക്കി തീർക്കുന്ന ഈ പിശാചിൻ്റെ നടപടികളാണ്. ഇത് എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും എല്ലാ നാട്ടിലും ഇതൊക്കെ ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരുത്തിലല്ല. അതുമാതിരി ഇവർക്കും ഉണ്ടായിരുന്നു, ബഹൈറ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഓരോ പ്രത്യേക ക്വാളിറ്റി ഒക്കെ വരും. അതിനൊക്കെ പല വ്യാഖ്യാനങ്ങളിലൊക്കെ പല വ്യത്യാസമുണ്ട്. എന്താണ് ഈ ബഹൈറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കാത് കീറി വിശാലമാക്കുക എന്നാണ്. കാത് കീറിയിട്ട് അതിനൊരു അടയാളമാക്കും. കാത് വല്ലാതെ വിശാലമായി കീറിയിടും. ഈ ബഹറിന് ആ പേര് വന്ന അങ്ങനെ എത്രേ, അതിൻ്റെ വിശാലത കൊണ്ട് ബഹർ. അപ്പോൾ സായിബ എന്ന് പറയുന്നത് വേറെ ചില സംഭവങ്ങളാണ്. അതായത് ഓരോരുത്തർ യാത്ര പോവുക അല്ലെങ്കിൽ രോഗം ഉണ്ടാകുക, അപ്പോൾ അങ്ങോട്ട് നെയ്യത്താക്കുന്നതാണ്. ഞാൻ യാത്ര പോയിട്ട് സുഖമായിട്ട് തിരിച്ചെത്തിയ ഈ സാധനത്തിനെ ഞാൻ അങ്ങ് സായിബാക്കി വിടും. അതും ഇതേപോലെ അങ്ങ് ഒഴുകാൻ വിടുകയാണ്. പിന്നെ അത് വിശുദ്ധമാണ്. പിന്നെ ഇതിൻ്റെ പാല് കുടിക്കാൻ ഇതിൻ്റെ ഏത് വിഗ്രഹത്തിനാണോ ഇത് നേർന്നത് അവർക്കൊക്കെ അധികാരമുള്ളൂ. ഇപ്പോൾ പൂജാ കഥകളിയൊക്കെ ഞങ്ങൾ കേട്ടില്ലേ, ചില പ്രത്യേക നല്ല നല്ല സാധനങ്ങൾ പൂജക്കായിട്ട് എടുക്കണതൊക്കെ ഇതൊക്കെ എല്ലാ സംഭവങ്ങളിലും ഉള്ളതാണ്. അതുമാതിരി വല വസീല, അത് ആടിനെ സംബന്ധിച്ച്, വല ഹാമ്, ഇതൊക്കെ ഒട്ടകങ്ങളെ ആടിനെയൊക്കെ സംഭവിച്ചിട്ടാണ്. കാരണം അന്നത്തെ ഗംഭീര സമ്പത്ത് ആ സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിടുക. എന്നിട്ട് ഈ അള്ളാഹു വെച്ച ഈ നന്മ തിന്മകളെ ആകെ തകിടം മറിക്കുക, ആകെ കൂട്ടിക്കുഴക്കുക, കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുക. അതിൻ്റെ ആ തെളിച്ചത്തെ കുറക്കുക. പിന്നെ ധാരാളം ഇതാവുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതന്നായി. അങ്ങനെയല്ലേ നമുക്ക് നമ്മുടെ അവിടെ മുഹയ്യദ്ദീൻ ശേഖന് ആടും സുലൈമാൻ നബിക്ക് കോഴിയൊക്കെ ഉണ്ടാകണത്, അതൊക്കെ ഉണ്ടാകണത്. ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളാണ്. വലാക്കിന്നല്ലദീന കഫറു, എന്നാൽ കാഫിരീങ്ങളായ ആളുകൾ യഫ്തറൂന, അവർ ഇഫ്തിറ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യാന്നില്ലേ, ഫാബ്രിക്കേറ്റ് അതായത് നിർമ്മിക്കുകയാണ്. അല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ മേൽ വ്യാജം ഇങ്ങനെ നിർമ്മിക്കുകയാണ്. അക്സറുഹും ലാ യഅഖിലൂൻ, അവരിലധികവും ഈ ആളുകൾ അക്കൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ തീരെ ഉപയോഗിക്കാത്ത ഒരു രംഗമാണ് ഈ ദീൻ എന്ന് പറയുന്നത്, മതം. നമ്മൾ പറയുമ്പോൾ ഈ ദീനിൻ്റെ രംഗത്ത് നമ്മൾ അക്കൽ ഉപയോഗിക്കില്ല. ബാക്കി എല്ലാ രംഗത്തും, നമ്മുടെ കച്ചവടത്തിൽ, കൃഷിയിൽ, പണിയിൽ, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ അക്കൽ ഉപയോഗിക്കും. കാരണം അക്കൽ ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് ഇവിടെ തന്നെ അറിയാം. അപ്പം നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങൾ അക്കൽ ഉപയോഗിച്ചില്ലെങ്കിൽ പണി നാളെ കിട്ടുമെങ്കിൽ കിട്ടും. പക്ഷേ ഇതെന്താ പരലോകത്താണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അക്കൽ ഉപയോഗിക്കില്ല. അത് തന്നെ കാര്യം. ഇതന്നെയാണ് നമ്മളുടെ ഈ വിശ്വാസത്തിൻ്റെ തെളിച്ചത്തിൻ്റെ കുറവ്. അപ്പം ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇന്ന ടൈമിന് പണിക്ക് ഹാജരായില്ലെങ്കിൽ എന്നെ പിരിച്ചുവിടുമെന്ന് വെച്ചാൽ എന്താ ചോദിച്ചാൽ ഞാൻ ഹാജരാവും ഇല്ലേ. നേരെ മറിച്ച് സുബൈക്ക് എണിച്ച് ഇല്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടും എന്നുള്ളത് നിങ്ങൾക്ക് അതേ അറിവോട് കൂടി അറിയാച്ചാൽ പിന്നെ സുബൈക്ക് നിങ്ങൾ കെടുക്കില്ല. ഇത് തന്നെ ഈ അറിവിൻ്റെ കുറവാണ്. ഈ അക്കൽ ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നമാണ് നമ്മളുടെ വലിയൊരു പ്രശ്നം. ഇത് ഖുർആൻ ഈ പറഞ്ഞുകൊണ്ട് തന്നെ 2 സ്ഥലത്ത് നമ്മളുടെ ഈ ഗ്രാഹ്യശേഷിയെയും നമ്മുടെ അക്കലിനൊക്കെ കുറിച്ച് പറയാം. കാരണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അക്കൽ, നമ്മുടെ ബുദ്ധിയും ഗ്രാഹ്യശേഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഈ ദീനിൻ്റെ കാര്യത്തിലും നമ്മൾ ഉപയോഗിക്കുമായിരുന്നുവെങ്കിൽ നമ്മൾ ഈ അവസ്ഥയിൽ എത്തിപ്പെടുമായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ അള്ളാഹ് പറയുന്നത് സുമ്മല തുസ്അലുന്ന യൗമ ഇതിൻ അനിന്നഈം. ഇതൊക്കെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടിക്ക് മാത്രമായി അള്ളാഹ് വെച്ചു കൊടുത്തതാണ്. ആ വെച്ചു കൊടുത്ത കംപ്ലീറ്റിനും ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്നാണ്. നമ്മുടെ ഈ കാഴ്ചയും കേൾവിയും മനസ്സും ബുദ്ധിയും ശേഷിയും ഇതൊക്കെ അള്ളാഹു ചോദിക്കും. ഇതൊക്കെ നമ്മൾ ഓരോ ഖുത്ബയിലും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അതായത് നമ്മളുടെ വാക്ക്, നമ്മളുടെ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ഈ വക കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മളോട് ചോദിക്കും. അതിനൊക്കെ നമ്മൾ കൃത്യമായി നല്ല ചോദ്യം ചോദിക്കണം, നല്ല ഉത്തരങ്ങൾ കിട്ടാമെന്ന് ചോദിക്കണം. ആവശ്യമില്ലാതെ ഇങ്ങനെ വാരി വെതറി ചോദിക്കാനുള്ളതല്ല, പറയാനുള്ളതല്ല നമുക്ക് കിട്ടിയത്. മൗനം
ആവശ്യമായിട്ടിടത്തും ഉണ്ടാതിരുന്നാൽ മതി. ആവശ്യമുള്ളിടത്തേ പറയണ്ടോ, ആവശ്യമുള്ളിടത്തേ ചോദിക്കണ്ടോ, അങ്ങനത്തെ ഉത്തരങ്ങൾ കിട്ടുന്നിടത്തേ നമ്മളത് പോയി ചോദിക്കണ്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു ഈ ദീനിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തും. അങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു സമൂഹമാക്കി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. വാഖിറു